കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനവും തീരുമാനിച്ചെങ്കിലും സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ അന്തിമരൂപം നൽകി വരുന്നതേയുള്ളൂ. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മദർഷിപ്പുകൾ അടക്കം നിരവധി കൂറ്റൻ ചരക്ക് കപ്പലുകൾ എത്തിയ ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക സമർപ്പണം പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിനായി നീളുകയായിരുന്നു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ മന്ത്രി സർബാന സോനോവാൾ, സംസ്ഥാന തുറമുഖ മന്ത്രി VN വാസവൻ, വ്യവസായ മന്ത്രി P രാജീവ്, ഡോക്ടർ ശശി തരൂർ MP, വ്യവസായി ഗൗതം അദാനി അടക്കമുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഈ തുറമുഖം 2015-ൽ 40 വർഷത്തേക്ക് ഒപ്പുവെച്ച കരാർ പ്രകാരം അദാനി ഗ്രൂപ്പാണ് നടത്തുന്നത്. രാജ്യത്തെ ആദ്യ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞം തുറമുഖം കൊളംബോ, സലാല, ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ വൻകിട തുറമുഖങ്ങളുമായാണ് മത്സരിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിച്ച തുറമുഖം ഇന്ത്യയുടെ ആഗോള വ്യാപാരത്തിൽ വൻ കുതിപ്പാകുമെന്നാണ് കരുതുന്നത്. പ്രധാന അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകൾക്ക് സമീപം തന്ത്രപ്രധാനമായ സ്ഥിതി ചെയ്യുന്ന 18 മീറ്റർ സ്വാഭാവിക ആഴമുള്ള ഡ്രാഫ്റ്റ് ഉള്ളതുമായ വിഴിഞ്ഞത്തിന് സമാനതകളില്ലാത്ത ലോജിസ്റ്റിക് നേട്ടങ്ങൾ ഉണ്ടാക്കാനാകും. നേരത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് വൻ നേട്ടമായിരുന്നു. ന്യൂസ് ഡെസ്ക് സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.